അടിപൊളിയാ അടിപൊളി. അത്ര പോരായിരുന്നു, നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കായിരുന്നു, അത്രേ ഉള്ളൂ. കുഴപ്പം വേറെ ഒന്നുമില്ല. കൊള്ള സിനിമ കൊള്ളാം. പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു. പൊളിപ്പടം അടിപൊളി. മറ്റേ പടത്തിന്റെ പൃഥ്വിരാജിന്റെ വേറൊരു പടം ഉണ്ടല്ല, അത് ജീവിതത്തിന്റെ വേറൊരു പ്രേമത്തിന്റെ കഥ. സെറ്റ്, പൈസ കൊടുത്താൽ മുതലാവും. വാസിബിളി ലുക്ക് എന്ന് വെച്ചാൽ സെറ്റപ്പ് പോയിന് അടിപൊളി. അത് പ്രത്യേക ഒരു സ്റ്റൈലായിരുന്നു. സെറ്റപ്പ് പടം. ആക്ടിംഗ് വൈസ് ആസിഫ് അലി പൊളിച്ച്, അമല പോൾ, ഷറഫുദ്ദീൻ ഓക്കെയാണ്. എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ആസിഫ് അലി ഇക്കേറെ ആക്ടിങ്, അത് മാത്രം തന്നെ. ഇക്കേറെ ഒരു കമ്പാക്ക് ആയിട്ട് തലവ് മുതൽ നീ അങ്ങോട്ട് ഇക്കേറെ വേറൊരു കമ്പാക്ക് ആയിട്ട് കാണാൻ. കഥ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നാലും ഇക്കയുടെ ആക്ടിംഗ് വൈസ് ഓക്കെ ആയിരുന്നു. സിനിമ ഓക്കെയാണ്. ഞാൻ കണ്ടോണ്ടിരിക്കുക, കാണാൻ നല്ല രസമുണ്ട്. എടുത്ത് പറയാം ലാസ്റ്റത്തെ ആരൊക്കെ ആരെയും കൊല്ലണേ അതേ തന്നെ, വേറെ ഒന്നും പറയില്ല. സൈക്കോ പടം അല്ല, എങ്ങനെ മനസ്സിലാവും? കാണാനുള്ള അപ്പൊ മനസ്സിലാവില്ല എന്നൊന്നും. ട്വിസ്റ്റുകളുണ്ട് അപ്പോഴപ്പോഴും. ആരാണ് വില്ലൻ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മൂന്നുപേരും ഒരു, പക്ഷേ നമ്മൾ സൈക്കോ എന്ന് വിചാരിക്കുന്ന ആൾ സൈക്കോ അല്ല. അവസാനം ഒരു ഇതുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു സൈക്കോ പടം അത് തന്നെ പറയാം, വേറെ ഒന്നും പറയില്ല. അങ്ങനെ വിഷയമൊന്നുമില്ല, കണ്ടാലും ഒന്നുമില്ല. വലിയ ഇതൊന്നുമില്ല. ഫാമിലി എന്റർടൈൻമെന്റ് ഒന്നും അങ്ങനെ പറയാനൊന്നുമില്ല. ഫാമിലി സ്റ്റോറി ഒന്നുമല്ല, വെറുതെ കണ്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു പടം. എടുത്തുപടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്. ഇപ്പോൾ കൊലപാതക ആരാണെന്ന് മനസ്സിലാകത്തുമില്ല, അതിൽ സൈക്കോട്ടൊക്കെയാണ് കാണിച്ചിറങ്ങുന്നത്. വേറെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ. ഫുള്ള് കണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലൈമാക്സിൽ ഇപ്പോൾ ഫഹദ് ഫാസിലിനെ ആസിഫ് അലിയെ ഇതുപോലെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്, അമല പോലോ അടിച്ച് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് അമല പോളാണ് മരിക്കുന്നത്. എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷെ പടം ഒരു പ്രാവശ്യമൊക്കെ കൊള്ളാം. എടുത്ത് ഒക്കെ പറയത്തൊക്കെ ആയിട്ട് ഇതിലൊന്നുമില്ല, വേറെ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എടുത്ത് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കൊള്ളാം, അത്ര തന്നെ. സിനിമ കണ്ട് ഒരു വട്ടം കണ്ടിരിക്കുക, അത്ര തന്നെ. കൊള്ളാം. ട്രെയിലർ കണ്ടപ്പോൾ സ്ലോ പേസ് പടം തോന്നി. അതുപോലെ തന്നെ നല്ല രസമുണ്ട്, കുഴപ്പമില്ല. സൈക്കോ ത്രില്ലറാണ്. എനിക്ക് അതുപോലത്തെ പടങ്ങൾ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഇവിടെ. ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ആസിഫിൽ മാത്രമല്ല, എല്ലാവരും കൊള്ളാം. പ്രത്യേകിച്ച് അമല പോൾ അടിപൊളിയായിരുന്നു.